ഹായ് അസ്സാമു അലൈക്കും. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാവൊക്കെ അടിപൊളിയായിട്ട് വന്നിക്കണ്. ആദ്യം തന്നെ അതൊന്ന് നോക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. സാമ്പാറും ചട്നിയും ഉണ്ടാക്കണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും കമൻ്റായിട്ടും അറിയിക്കുക, ഹൈപ്പും തരിക. അപ്പോൾ ഇതാ പരിപ്പ് ഞാൻ ഇന്നലെ രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ കഷ്ണങ്ങളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇന്ന് തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ വെക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കരിവേപ്പില, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കടുക്. ഇനിയിപ്പോൾ ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതാ ഇതുപോലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. തേങ്ങ എന്തായാലും ഈ ഒരു കളർ ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. ഇനി ഇത് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അതേ പാനിൽ തന്നെ നമുക്ക് സാമ്പാർക്കുള്ള പൊടികളും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി. ഇനിയിപ്പോൾ ഇത് കരിയാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിരിക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ ഈ ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു മസാലപ്പൊടികളും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇഡ്ഡലി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിക്കണ്. സാമ്പാറും നല്ലോണം തിളച്ച് വന്നിക്കണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിക്കണ്. ഇനിയിപ്പോൾ അതൊന്ന് വറവിടണം. വറവിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഉഴുന്ന്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് നമ്മളെ പരിപ്പുണ്ടല്ലോ, ചെറിയ പരിപ്പ് അത്, പിന്നെ കരിവേപ്പിലി, ഉണക്കമുളകും, കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിക്കണ്. എല്ലാതും കൂടി നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് സാമ്പാറിൽ ഒഴിച്ച് കൊടുക്കുക. ലാസ്റ്റായിട്ട് ചെറിയൊരു പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് പൊടി ചേർത്ത് കൊടുത്തിക്കണേ. അങ്ങനെ സാമ്പാർ റെഡിയായി. ഇതാ അപ്പത്തിന് തന്നെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാ. ഇനിയിപ്പോൾ സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ.
സിറ്റ് ഔട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അകം അടിക്കാനും തുടക്കാനും ഇതാ ഞാൻ ഈ ഒരു റോബോട്ടിക് മോപ്പ് ഒന്ന് ഓണാക്കി കൊടുത്തുക്കണം കേട്ടോ. അത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. സിറ്റ് ഔട്ട് ആണെങ്കിലും ഞാൻ ഒന്നരാടം ഈ ഒരു മോപ്പ് കൊണ്ട് തന്നെയാണ് തുടക്കൽ. ഒന്നരാടാണ് നമ്മൾ സാധാ മോപ്പ് കൊണ്ട് തുടക്കൽ കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നായിട്ട് തന്നെ റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം മക്കളൊക്കെ കുറച്ച് ലേറ്റായിട്ട് നീക്കണ കാരണം റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ കുറച്ച് വൈകും. പിന്നെ ഇതാ ഇത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഇന്നിപ്പോൾ മാംഗോ ചിയ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ചിയ സീഡൊക്കെ ഒന്ന് പാലിൽ ഇതുപോലെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ടാണ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഹണി യൂസ് ചെയ്താൽ മതി. പിന്നെ മാംഗോ ഒക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കണ്. അതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എന്താ ഇത് ബൗളിലേക്ക് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എത്രയാണോ ചിയ സീഡ് വേണ്ടത് അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ തേർഡ് ലെയർ ആയിട്ട് ചിയ സീഡ് തന്നെ ഇട്ട് കൊടുക്കുക. മേലെ കുറച്ച് മാംഗോ പീസസും നട്ട്സും ഒക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കും കൂടി ചെയ്യുക. എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ അധിക നേരം ഒന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ചെറിയ മക്കളുണ്ടാകുമ്പോൾ അങ്ങനെ പറ്റൂലല്ലോ. പിന്നെ ചിയ സീഡും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ ആയിരുന്നു സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല കേട്ടോ. നല്ലോണം സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായിട്ട് റെഡിയാക്കാനും പറ്റും. ഇപ്പോൾ ഒരു മാംഗോ സീസൺ അല്ലേ, അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.